സാന ഇലാഹി, എൻ്റെ ഇലാഹ് സംരക്ഷിച്ചിട്ടുണ്ട് നഫ്സി, എൻ്റെ നഫ്സിനെ. അദ്ദഹ്റ കാലം, ഈ കാലം വരെയും, കാലങ്ങളോളം, ഇന്ന് വരെയും. വലാ ഉറ, എന്നെ കാണിക്കപ്പെടുന്നില്ല, എന്നെ കാണപ്പെടുകയില്ല. അമീലു, ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട്, ഇലാമ ഒന്നിലേക്ക്, ലൈസഫി ഷറഈ, ആ ഒന്ന് ഷറയിൽ അല്ല, ജായിസല്ല, ഷറയിൽ ജായിസല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് ഇന്ന് വരെ കാണിക്കപ്പെട്ടിട്ടില്ല. അതായത് ഷറയിൽ ജായിസല്ലാത്ത ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ബിഹുബ്ബി റസൂലില്ല, ബിയുംനി റസൂലില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ആ നേട്ടം കിട്ടിയത്? അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ബിയുംനി റസൂലില്ല, റസൂലിൻ്റെ ബർക്കത്തുകൊണ്ട്. അപ്പം ഇവിടെ പ്രശ്നം എന്താ? ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സ്വലാത്തിലുണ്ട്, പക്ഷെ ഹറാമും ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വലാത്തും ചെല്ലുന്നുണ്ട്, അതിൻ്റെ 100 ഇരട്ടി ഹറാം ചെയ്യുന്നുണ്ട്. ഈ മഹാൻ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നു, റസൂലുള്ളാഹിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് വരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യട്ടേ ഇല്ല. എന്ത് വ്യത്യാസം? അവിടെ ഞാൻ വ്യത്യാസം പഠിക്കണം. എന്തേ? നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. അതാണ് കാരണം. നമ്മൾ വലിയ മലിപ്പത്തരം പറഞ്ഞ് നടക്കുകയാണ്. എല്ലാവരും മലിപ്പത്തരം പറഞ്ഞങ്ങനെ നടക്കുക. റസൂലുള്ളാഹിനെ പ്രേമിക്കുക എന്ന് വരുത്തി തീർക്കുക. എന്തിനാ വരുത്തി തീർക്കുന്നത്? ഹറാമ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നടത്തുന്നത് ഇഷ്ക് മജ്ലിസാണ്, അതിൻ്റെ അപ്പുറത്ത് തോന്നിയാസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ബിയുംനി റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ ബർക്കത്തുകൊണ്ടാണ് എനിക്ക് ഹറാമ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നൊരു മനുഷ്യൻ ഹറാമ് ചെയ്യൂല. അപ്പം അല്ലാത്തവർ വെറുതെ പറയാണ്. നമ്മളൊക്കെ പറയുകയാണല്ലോ എനിക്ക് റസൂലുള്ളാഹിനെ പ്രേമാണ്. അത് നമ്മൾക്ക് മാർക്കറ്റിങ്ങിനുള്ള ഒരു ടൂളാണ്. റസൂലുള്ളാഹിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണോ എൻ്റെ അവസ്ഥ? ശറഈന് വിരുദ്ധമായ ഒന്നും ചെയ്യൂല. കാരണം റസൂലുള്ളാഹി വന്നത് എന്തിനല്ല? മൗലൂദ് ഒതുക്കാൻ വന്നതല്ല. റസൂലുള്ളാഹി വന്നത് എന്തിനു വേണ്ടിയാണ്? ശരീഅത്ത് കൊണ്ട് വന്നതാണ്. റസൂലുള്ളാഹി മൗലൂദ് ഓദിക്കാൻ വേണ്ടി വന്ന നബിയല്ല. നിങ്ങൾ മൗലൂദ് ഓതിയാലും നബിക്ക് അൽഹംദുലില്ലാ, നിങ്ങൾ മൗലൂദ് ഓതിയിട്ടില്ലെങ്കിലും നബിക്ക് അൽഹംദുലില്ലാ. നിങ്ങൾ മൗലൂദ് ഓതിയിട്ടില്ലെങ്കിൽ എന്താണ് റസൂലുള്ളാഹിക്ക്? ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി, അള്ളാഹിൻ്റെ മലക്കുകളും റസൂലുള്ളാഹിനെ മൗലൂദ് ഓതുന്നുണ്ട്. പിന്നെ നിങ്ങൾ മൗലൂദ് ഓതേണ്ട ആവശ്യം റസൂലുള്ളാഹിക്ക് എന്താ? ചാടാൻ വേണ്ടി അടി കൂടെ ചാടാൻ നോക്കണ്ട. അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാരിക്കേഡുകളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, ഉള്ളിൽ കൂടി ഒരു ചാട്ടം. നമ്മൾ മൗലൂദ് ഓതുന്നുണ്ട് എന്ന പേരിൽ അടി കൂടി ചാടുക. എൻ്റെ മൗലൂദ് ആർക്ക് വേണം? റസൂലുള്ളാഹി വന്നത് നിങ്ങളെല്ലാവരും റബീഉൽ അവ്വലിൽ മൗലൂദ് ഓതിയിട്ട് കോലുമലൊരു ശീലി കുത്തി അങ്ങാടി കൂടി നടക്കാൻ വേണ്ടി വന്നതാണോ റസൂലുള്ളാഹി? ആണോ? പറയും. അതല്ല. റസൂലുള്ളാഹി വന്നത് നിങ്ങൾ കുറച്ച് ആളുകൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ ഹാ ഹൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിക്ർ എല്ലാം വേണ്ടി, അതിനാണോ റസൂലുള്ളാഹി വന്നത്? അതുമല്ല. അതൊക്കെ നല്ല കാര്യമല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. പപ്പടം പൊരിച്ച് നല്ലതാണ്. ചോറുണ്ടെങ്കിൽ, ചോറില്ലെങ്കിൽ ഇന്നത്തെ പപ്പടം പൊരിച്ച്, പപ്പടം പൊരിച്ചത് നല്ലതാണ്, പക്ഷെ ചോറുമാണ്. നബി വന്നത് ശരീഅത്ത് ഏൽപ്പിക്കാനാണ്. അപ്പം ശരീഅത്തിൽ ഒരു മനുഷ്യന് ശ്രദ്ധ ഇല്ലെങ്കിൽ അവൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശത്രുവാണ്. നമ്മളെ കാക്കട്ടെ. ശരീഅത്താണ് ദീന്. അത് പാലിക്കുന്നവർ ഏറെ ചെയ്യുന്നതാണ് മറ്റതൊക്കെ. തലയിൽ കെട്ടുന്നത് നല്ലതാണ്, പക്ഷെ തുണി ഉണ്ടാകണം. തുണി കൊടുത്തിട്ടില്ല, തലയിൽ കെട്ടുന്ന സുന്നത്ത് വിടൂല. മനസ്സിലായില്ല? തലയിൽ കെട്ട് വിടൂല.
ഒരുത്തൻ ദായിമുൽ വുളു ആയ ഒരുത്തന് അന്യ പെണ്ണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടു. അന്യ പെണ്ണിനെ പിടിച്ചാണ് ബീച്ചിൽ കൂടി നടക്കുകയാണ്. അപ്പോൾ ഒന്നു മുറിയുന്നല്ലോ, ദായിമുൽ വുളു ആണ്. വേറെ തൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് ബീച്ചിൽ കൂടി നടക്കുകയാണ്. പക്ഷെ എന്ത് മുറിയരുത്? ഒന്നു മുറിയാൻ പാടില്ല. കാരണം അന്യ സ്ത്രീകളുടെ തുലി തമ്മിൽ തൊട്ടാൽ ഒന്നു മുറിയും. അപ്പം അത് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? നേരത്തെ തന്നെ ഗ്ലൗസ് കരുതി. അയൽവാസിൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് ബീച്ചിൽ കൂടി നടക്കാൻ വേണ്ടിയോ ഗ്ലൗസ് കരുതി. ഇതാണിപ്പം നമ്മളെ കളികളൊക്കെ. എന്തുകൊണ്ട് ഒന്നു മുറിയാൻ പാടില്ല? അത് ഉസ്താദ് അന്ന് പറഞ്ഞ മുതലേ എനിക്ക് എന്തുണ്ട്? ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാ പറഞ്ഞ ശേഷം എനിക്ക് ഒന്നുമായിട്ടില്ല. നല്ലോണം നമ്മൾ ചിന്തിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ബാരിക്കേഡിൻ്റെ അടിയിൽ കൂടി ചാടാൻ നോക്കണം. അതാണ് നമ്മളെ പരിപാടി. അത് ദീനല്ല. നമ്മൾ കാട്ടിക്കൂട്ടിനതിന് മുഴുവനും വകുപ്പുണ്ടാക്കലിന് സുന്നി എന്നല്ല പറയാം. അതിന് സുന്നി അറിയില്ല. ശരീഅത്ത് പാലിക്കണം. അതിനാണ് റസൂൽ വന്നത്. ശരീഅത്തിൽ അള്ളാഹു ഹറാമാക്കിയ അള്ളാഹു വാജിബാക്കി ചെയ്യണം. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഖൈറുൻ ലക മിന ദുനിയ വ മാഫിയ. ഈ ദുനിയാവിൽ എന്ത് കിട്ടുന്നേക്കാൾ നല്ലത് എന്ത് ചെയ്യലാണ്? സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. അപ്പം സുന്നത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങി. പിന്നെ 12 മണിക്ക് എണീറ്റ് എന്ത് ചെയ്തില്ല? സുബഹി നിസ്കരിച്ചില്ല. എൻ്റെ പാര ശൈത്താന. അതന്നെ എൻ്റെ ഇപ്പം ശൈത്താന. അത് മനസ്സിലാക്കണം. എൻ്റെ ഇപ്പം ശൈത്താനാണ് എന്ന് മനസ്സിലാക്കണില്ല. നല്ലോണം മനസ്സിലാക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടലിൻ്റെ പിന്നാലെ ഒരു നടത്തവും നടക്കണ്ട. അതിലൊന്നും ഖൈറില്ല. മജ്‌ലിസ് നൂറിൽ പങ്കെടുത്ത നല്ലതല്ലേ? ആണ്. പക്ഷെ നേരത്തിൽ നിസ്കരിക്കണം. നിസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധയില്ല. മജ്‌ലിസ് നൂറിൻ്റെ ആളിച്ചാണ്. ഒരു നാട്ടിലൊരു വയലുണ്ടാക്കി. ഒരു സയ്യിദാണ് ഉദ്ഘാടകൻ. അങ്ങനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഞാനുണ്ട്, സയ്യിദ് ആ സയ്യിദുണ്ട്. ഭക്ഷണത്തിന് പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ വീട്ടിലെ മകനാണ് സംഘാടകൻ. ഭയങ്കര സംഘാടകനാണ്, നല്ല പ്രവർത്തകനാണ്, അവിടുത്തെ അറിയപ്പെട്ട പ്രവർത്തകൻ. അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവൻ്റെ വാപ്പ നല്ലൊരു ദീനിയായ മനുഷ്യനാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ദ്വാരന്ന് ഇറങ്ങാൻ നേരത്ത് ആ ബാപ്പ പറഞ്ഞ്, ഇനി തങ്ങളെ ഓനോട് 5 വക്ത് നിസ്കരിക്കണം എന്നും കൂടി നിങ്ങളാണ് പറഞ്ഞത്. മനസ്സിലായില്ല? അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഓനാണ്. നല്ല ഉഷാറുമാണ്, ഭയങ്കര ആളാണ്. ഓനാണ് ഈ വയലുണ്ടാക്കിക്കണത്. അതിന് ബാക്കിയുള്ള പൈസയൊക്കെ ഓനാണ് കൊടുക്കുക. എല്ലാത്തിനും ഭയങ്കര ഉഷാറാണ്. അപ്പോൾ വയറ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വയർന്ന് ഈ സയ്യിദും ഞാനും കൂടി ഇറങ്ങുമ്പോൾ സയ്യിദിനോട് പുരക്കാരനായ ബാപ്പ പറഞ്ഞു, എന്ത് നിങ്ങൾ ഓനോട് 5 വക്ത് നിസ്കാരം കൂടി വേണമെന്നും കൂടി പറഞ്ഞാൽ ബാക്കിയൊക്കെ ഉഷാറാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഉഷാറാണ്. പക്ഷേ എവിടെ പിശാച് തെറ്റിച്ചു? 5 വക്ത് നിസ്കാരമല്ലേ? പിന്നെ അവൻ്റെ ദീനെന്താണ്? 5 വക്ത് നിസ്കാരമല്ലെങ്കിൽ അവൻ്റെ ദീനിന് എന്ത് വിലയുള്ളത്? മജ്‌ലിസ് നൂറി അല്ലല്ലോ അള്ളാഹു തആല വാജിബാക്കിയിട്ടില്ല. മൗലൂദോദനം അള്ളാഹു തആല വാജിബാക്കിയിട്ടില്ല. അള്ളാഹു വാജിബാക്കിയത് 5 വക്ത് നേരത്തിന് നിസ്കരി. അത് അള്ളാഹു വാജിബാക്കിയതാണ്. അത് സമയം തെറ്റാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിന് ശേഷം ബാക്കിയൊക്കെ ഇതിനൊക്കെ നല്ലതാണ്. ഇത് നല്ലതല്ല എന്ന് പറയുന്നവൻ അക്രമിയാണ്. മൗലൂദ് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞവൻ 100 വട്ടം അക്രമിയാണ്. അള്ളാഹു അക്രമികളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതൊന്നൊക്കെ അക്രമികളാണ്. ആ പാട്ട് പറ അക്രമി. പക്ഷെ അതൊന്നും അയിമ്മലെന്തായി ചുറ്റിത്തിരിഞ്ഞിട്ട് നമ്മളെ ദീന് നഷ്ടപ്പെടേണ്ട. ദീന് വാജിബാത്തിനെ സൂക്ഷിക്കലും ഹറാമിൽ നിന്ന് അതാ റസൂലുള്ളാഹിനോടുള്ള പ്രേമത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലാത്തവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കൂലേ? മൗലൂദോത്തവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തൂടെ? ഇനിയിപ്പോൾ ഇതൊക്കെ ചില ആളുകൾ പറയും, എന്നാലും പടച്ചോന് പുറത്തു കൊടുത്തൂടെ ഉസ്താദേ? പടച്ചോന് ഇതൊന്നും ഇല്ലാതെ പുറത്തു കൊടുത്തു. മരണം വരെ ശിർക്ക് ചെയ്ത ഒരു മനുഷ്യന്
മരണനേരത്ത് നമ്മളാരും അറിയാതെ അള്ളാഹു ഹിദായത്ത് കൊടുത്തൂടെ? കൊടുക്കാം. അവനെ കൊണ്ട് ചുടലിയിൽ കുഴിച്ചിടാം. അവൻ അള്ളാൻ്റെ അടിമയായി നാളെ മനുഷ്യരിൽ വരും. മരിക്കണിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് അള്ളാഹു തആലക്ക് ഹിദായത്ത് കൊടുത്തൂടെ? പറയേ, ആ സെക്കൻഡും അവനും തമ്മിൽ അള്ളാഹ് നേരിട്ട് വർത്താനം പറഞ്ഞൂടെ? ആ വെന്റിലേറ്ററിൽ കടന്ന നേരത്ത് നമ്മളോടോ മുണ്ടണില്ല. ഒരു മാധവൻ, ഒരു വേലായുധൻ, അല്ലെങ്കിൽ ആയുസ് മുഴുവനും കള്ളു കുടിച്ച ഒരു മുഹമ്മദ്, ഒരു അബ്ദുറഹ്മാൻ വെന്റിലേറ്ററിലിട്ടു, നമ്മളോട് മിണ്ടണില്ല, ഒന്നുമില്ല. ആ നേരത്ത് അവനോട് ആർക്ക് വർത്താനം പറയാ? അവൻ്റെ റബ്ബിന് സംസാരിച്ചൂടെ? റബ്ബ് മോന് വെളിച്ചം കൊടുത്തൂടെ? ഈ കുടുങ്ങിയ ഒരു മനുഷ്യനെ കുടുങ്ങിയ നേരത്തെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ എന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞ് അള്ളാഹു തആല ഏറ്റെടുത്തൂടെ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു തരി പൊന്നില്ലാതെ മകളെ കെട്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ നാടാകെ തെണ്ടിയിട്ട് ആ കുട്ടിനെ കെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരാനുകൂല്യം പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഏറ്റെടുക്കാണെന്ന് റബ്ബിന് പറഞ്ഞൂടെ? റബ്ബിന് പറഞ്ഞൂടെ? പറയാം. റബ്ബ് ഹിദായത്ത് കൊടുത്തൂടെ? കൊടുക്കാം. കള്ളുടിയന്മാരെ കൂട്ടത്തിൽ നരകത്തിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ച മനുഷ്യൻ നമ്മളെ മുന്നിൽ നടന്നൂടെ? മനുഷ്യ നടന്നൂടെ? നടക്കാം. ആയുസ് മുഴുവൻ വ്യഭിചരിച്ച വേശ്യക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തൂടെ? അപ്പന്നത്തെ മൗലിദ് ഓതിയിട്ടില്ലെങ്കിൽ പുറത്തു കൊടുത്തൂടെ എന്ന് ചോദ്യത്തിന് മായന. അള്ളാഹു പരമാവധി ദീന ഇതാണ്. ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീന് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കുറെ കൊണ്ടിടക്കലല്ല. ദീൻ എന്താണ്? വാജിബിനെ മുഴുവനും ചെയ്യലും ഹറാം കുട്ടി ഹറാമിൽ നിന്ന് 2 കാര്യമാണ് ദീന്. എന്താണ് 2 കാര്യം? അമില മാ ഔജബല്ലാഹു അലൈഹി വജ്തനബ മാ ഹറമല്ലാഹു അലൈഹി. അള്ളാഹു വാജിബാക്കിയത് ചെയ്തു, അള്ളാഹ് ഹറാമാക്കിയത് ഒഴിവാക്കി. ബസ് ഇതാണ് ദീൻ. കഴിഞ്ഞു. ഇനി പറഞ്ഞൊന്നും ദീനില്ല. ബാക്കിയൊക്കെ മേമ്പൊടിയാണ്. ബാക്കി ഉണ്ടായാ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചോറും കറിയും കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ.